ടെർമിനേറ്റർ സീറോ എപ്പിസോഡ് 6 സ്പോയിലർ ടോക്ക്. സോ ഈ വീഡിയോ ഒരു സ്പോയിലർ ടോക്ക് ആയിരിക്കും. സോ ഇതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാകും. ഇത് തുടങ്ങുമ്പോൾ തന്നെ ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഫ്യൂച്ചറിൽ പ്രോഫറ്റിനോട് സംസാരിക്കുന്ന ഒരു സീനിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രോഫറ്റ് ടൈം ട്രാവലിൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അവർ പറയുക, നിങ്ങൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു സെപ്പറേറ്റ് ടൈം ലൈനാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾ സ്വന്തം പാസ്റ്റിലേക്കല്ല പോകുന്നത്, വേറൊരു ടൈം ലൈനിലേക്കാണ് പോകുന്നത്, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടൈം ലൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ ചോദിക്കും, ഈ റെസിസ്റ്റൻസ് ഗേൾ ചോദിക്കും, എന്തുകൊണ്ട് നമ്മളപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ സ്വന്തം പാസ്റ്റല്ലല്ലോ നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അവർ പറയും, അതാണ് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഒരു ഗുണം, അതാണ് ഒരു നല്ലൊരു നന്മയാണത് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കും. അതിനവർ ഉത്തരം തരുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഈ റെസിസ്റ്റൻസ് വുമണും യങ്ങസ്റ്റ് ഗേളും അവർ രണ്ടുപേരും കൂടെ ഈ കാറ്റ് വേൾഡിലേക്ക് പോവാണ്, ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് ഇങ്ങനെ റോബോട്ട്സിനൊന്നും കാണാതെ ഒളിച്ചും പാത്തും ഇങ്ങനെ പോകുന്നു. അതേസമയം മറ്റേ മിസാക്കി എന്ന് പറഞ്ഞ ഹൗസ് മെയ്ഡും രണ്ട് മക്കളും, അതായത് ഈ മാൽക്കമിൻ്റെ മൂത്ത മകനും രണ്ടാമത്തെ മകനും, അവരും കൂടെ അതേ സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ പോകുന്നു. റോബോട്ട്സിനൊന്നും കാണാതെ ഒളിച്ചും പാത്തും ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോയി അവർ ഈ റെസിസ്റ്റൻസ് വുമണും ഇളയവളും ആദ്യം അവിടെ എത്തും. അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതിനകത്തേക്ക് കയറും. അതിനെന്തോ ഒരു പേര് പറയും, എന്തോ ഒരു തരം റൈഡ്. പല പല വാതിലുകളും പല പല ടൈപ്പ് മിററുകളൊക്കെ ഉള്ള ഒരു ഇതിനകത്തേക്കാണ് കയറുന്നത്. അതാണ് ഇവരുടെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ്, അതാണ്. സോ അവിടെ ആയിരിക്കും ഈ ചേട്ടനും മൂത്ത ചേട്ടനും വരിക എന്ന് വിചാരിച്ച് ഈ ഏറ്റവും ഇളയവള് ഈ റെസിസ്റ്റൻസ് വുമണെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും. ആ നേരത്ത് കുറച്ച് എക്സ്പോസിഷൻ ഈ മാൽക്കം ലീയെ പറ്റി നടക്കുന്നുണ്ട്. മാൽക്കം ലീ കൊക്കറോയുടെ അടുത്ത് കുറേ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ കൊക്കറോയുടെ അടുത്ത് ചോദിക്കും, എന്താണ് കൊക്കറോയ്ക്ക് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ കൊക്കറോ ചോദിക്കും, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് ഹ്യൂമാനിറ്റിക്ക് എന്താണ് വേണ്ടത്, ഹ്യൂമാനിറ്റി എന്താണ്, വൈ ഹ്യൂമാനിറ്റി സോ സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ വേറെ രീതിയിൽ എന്നോട് ചോദിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കൊക്കറോ എന്നിട്ട് ചോദിക്കും, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളെ മരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആൾ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അയാൾ പറയും, എൻ്റെ ഫയൽ ഓൾറെഡി നിനക്കറിയാം, എൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭാര്യ എങ്ങനെ മരിച്ചു എന്ന് പറയും. ഭാര്യ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റി മരിക്കുകയാണ് ചെയ്തത്. ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അങ്ങനെ ആക്സിഡൻ്റായി മരിച്ചു. ആ നേരത്ത് ഇയാൾ വിചാരിക്കും, ഇയാളുടെ വർക്ക് നശിപ്പിക്കാൻ വേണ്ടി, ഇയാളുടെ വർക്ക്, ഈ കൊക്കറോനെ ഉണ്ടാക്കുന്ന വർക്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇയാളുടെ എനിമീസ് ചെയ്ത വല്ല അറ്റാക്കായിരിക്കും ഇതെന്നൊക്കെ ആദ്യം അയാൾ വിചാരിക്കും. പക്ഷേ പിന്നെ അയാൾക്ക് മനസ്സിലായി, ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ബാഡ് ലക്കായിരുന്നു, അവർ മരിച്ചതിന് വേറെ കാരണമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്നതിന് നന്ദിയോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഈ കൊക്കറോ പറയും, അത് നിങ്ങളുടെ ഹ്യൂമാനിറ്റിയുടെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവൻ്റ് ഉണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും കാര്യമായ അർത്ഥം നിങ്ങൾ തേടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിലോസോഫിക്കലായിട്ടുള്ള സംസാരം. ഇത് തന്നെ ഞാനും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും റാൻഡം ഈവൻറ്റ്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥം തേടുന്നത് ഞാനും ചെയ്യുന്നുണ്ട് എന്ന് പറയും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനങ്ങനെ പറയണം എന്നറിയില്ല. അത് പറയും, ഞാനും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഹ്യൂമാനിറ്റി ചെയ്യുന്നൊരു കാര്യം എനിക്കിത് കേട്ടിട്ടൊരു വലിയ സംഗതിയായിട്ട് തോന്നിയില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ സംഗതിയിൽ നമ്മൾ അർത്ഥം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എന്തിനു ചെയ്യണം എന്ന് മനസ്സിലായില്ല. സോ നമുക്ക് രണ്ടുപേർക്കും കുറേ അധികം കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട് എന്നൊക്കെ ഈ മാൽക്കം ലീ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഈ മിസാക്കിയും അതിൻ്റെ ഉള്ള ഒരു സീനുണ്ട്. മിസാക്കിയും രണ്ട് പിള്ളേരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പാർക്കിലെത്തുന്നതിന് മുമ്പ് ഒരു 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 വീട് പോലത്തെ വീടാണോ ഒരു ടെമ്പിളാണോ എന്നറിയില്ല, അതിൻ്റെ മുമ്പിൽ അവർ കുറേ ഒരു ഇന്നോയെ ഇങ്ങനെ കെട്ടിത്തൂക്കി അവിടെ അടിച്ചിടിച്ച് നശിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് റെസിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിസാക്കി ഇങ്ങനെ കാണും.
അപ്പോൾ അത് കണ്ടിങ്ങനെ അതിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് കുറേ ആൾക്കാർ പറയും, ഈ മിസാക്കി വന്നിട്ട് ഇന്നോയെ ഇങ്ങനെ വലിച്ച് താഴെ ഈ കെട്ടൊക്കെ ഊരി താഴത്തേക്ക് ഇടാൻ നോക്കും. അപ്പോൾ അകത്തുള്ള ആൾക്കാർ പെട്ടെന്ന് പുറത്തു നിന്നിട്ട് പറയും, അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ അവർ ഓടി അടുത്ത് വരുമ്പോഴത്തേക്കും കാണും ഈ പെണ്ണിൻ്റെ കൈ റോബോട്ട് കൈയാണ്. അപ്പോൾ ഇതും ഒരു റോബോട്ടാണെന്ന് വിചാരിച്ച് ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകും. ആ നേരത്ത് ഈ രണ്ട് പിള്ളേർ അവർ വന്ന് ഇടപെട്ട് മാറ്റാനൊക്കെ നോക്കും. പക്ഷെ അതൊന്നും പറ്റില്ല. ഈ ആൾക്കാരപ്പോഴത്തേക്കും പിടിച്ച് മാറ്റും. 3-4 പേരുണ്ട്. പെട്ടെന്ന് ഈ മിസാക്കിക്ക് എന്തോ ഒരു കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ ചുമന്ന് ഈ ഒരു ടെർമിനേറ്ററിൻ്റെ കണ്ണ് പോലെ ആയിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് പറയും, ഞാൻ മെഷീനാണോ എന്താണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല, ബട്ട് ഞാൻ നിങ്ങളെ സേവ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയും. അപ്പോൾ ഏറ്റവും മൂത്തവനപ്പോഴത്തേക്കും സംശയമാവുന്നു, നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്തു, നീയും മെഷീനാണ്, നീ ടെർമിനേറ്ററിനെ പോലെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, നീയും ഇന്നോസിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിന്നെയും ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞ് വെടിവെക്കാനൊക്കെ പോകും. അപ്പോൾ രണ്ടാമത്തവൻ വന്ന് തട്ടി മാറ്റി പറയും, അവളാണ് നമ്മളെ രക്ഷിച്ചത്, നമ്മുടെ അച്ഛൻ നമ്മളെ വിളിച്ചിട്ടൊന്നും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല, അപ്പോൾ അവൾക്കാണ് നമ്മളോട് കൂടുതൽ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ മൂത്തവൻ സമ്മതിക്കും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ചെല്ലുന്നത്. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഈ മിസാക്കിയും രണ്ട് പിള്ളേരും അവിടെ എത്തുന്നതിന് മുമ്പ് ഈ ടെർമിനേറ്റർ അവിടെ എത്തും. ടെർമിനേറ്റർ അവിടെ എത്തി അവിടെ ഈ മിസാക്കിയും പിള്ളേരെത്തുമ്പോഴത്തേക്കും മൂത്തവൻ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോകും. ഈ ഇളവകളുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഉള്ളിൽ നിന്ന് ടെർമിനേറ്റർ സൗണ്ട് മാറ്റി പറയും, ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ വന്ന് ടെർമിനേറ്റർ അറ്റാക്ക് ചെയ്യും. ഈ മൂത്തവനെ അറ്റാക്ക് ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് പോകും. ഈ ഇളയവളും റെസിസ്റ്റൻസ് വുമണും അകത്തെവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇളയവളിങ്ങനെ ശരിക്കുള്ള ഒറിജിനൽ ഇളയവൾ വിളിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ടെർമിനേറ്റർ ഇങ്ങനെ ഒച്ച മാറ്റി പറയും, ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നീ മുകളിലാണെന്നാണ് വിചാരിച്ചതെന്ന് പറയും. അപ്പോൾ ഇവള് പറയും, ഇവിടെ മുകളിൽ അപ്സ്റ്റേഴ്സ് ഇല്ലെന്ന് ഇവനറിയാമല്ലോ, പിന്നെ എന്തിനാ അവനിങ്ങനെ പറയുന്നതെന്ന് പറയും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വുമണിന് ഡൗട്ട് അടിക്കും, ഇവിടെ ടെർമിനേറ്റർ വന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെ വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ടെർമിനേറ്റർ ഒന്നുമില്ല, മറ്റേ മിസാക്കിയും രണ്ടാമത്തെ പയ്യനും ഉണ്ടവിടെ. അപ്പോൾ ഈ മിസാക്കി ഒരു റോബോട്ടാണോ എന്താണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ആ നേരത്ത് ഈ ടെർമിനേറ്റർ മൂത്തവനെയും പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകും. മൊത്തത്തിലൊരു എന്താ പറയുക, ഇത് എവിടേക്കോ നേരത്തെ കണ്ട സംഗതികളുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നുന്നുണ്ട്. ഈ ഹാഫ് ഹ്യൂമൻ ഹാഫ് റോബോട്ട് സംഗതി, അതിനെ ഒരാൾ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ള സംഗതിയൊക്കെ ടെർമിനേറ്റർ സാൽവേഷനിൽ കണ്ട ഒരു ഫീലുണ്ട്. പിന്നെ ഈ ഒരു AI ഒരു സംസാരം, AI എന്തിന് ഹ്യൂമൻസിനെ പോലെ ബിഹേവ് ചെയ്യണം, എല്ലാത്തിലും അർത്ഥം കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം, അതും എനിക്കൊട്ടും രസമായിട്ട് തോന്നില്ല. പിന്നെ ഇതിപ്പോൾ ഹ്യൂമൻസും AI തമ്മിലുള്ളൊരു വാറിന് പകരം അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു പാർട്ടി കൂടെ വന്നു, അതായത് രണ്ടാമത്തെ ഒരു AI കൂടെ വന്നു. അത്രയിനകത്തൊരു വ്യത്യാസം ഇപ്പോൾ തോന്നുന്നുള്ളൂ. ഈ ഒരു എപ്പിസോഡ് ഇത്തിരി താഴോട്ട് പോകുന്നൊരു ലക്ഷണമുണ്ട്. ഇനി അങ്ങോട്ട് ഒരു മോശം എപ്പിസോഡാണ് ഇത്.